ഈ അടുത്ത് ഒരു കോളേജ് ലെക്ചർ, അദ്ദേഹം ഫിസിക്സിന്റെ ലെക്ചറാണ്. അദ്ദേഹം സെലഫി സ്ഥാപനത്തിൽ പോയി മൗലവിമാരോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം പള്ളി ദർശനം ഓതിയ വലിയ ആലിമൊന്നുമല്ല, പക്ഷേ 7 ഖണ്ഡന പ്രസംഗവും നന്നായി കേട്ട് പഠിച്ചിട്ടുണ്ട്. മറ്റേ മൗലവിന്റെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഹിദായത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അൻസാർ മാസ്റ്റർ പയ്യോളി. എൻ്റെ വാട്സപ്പ് മൊബൈൽ നമ്പർ 9946184921. മർക്കസിലെ മുടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠനം നടത്തുകയും ജിഷാൻ മാഹിയുടെ വെളിപ്പെടുത്തലിന് ശേഷം പല നേതാക്കളുമായി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്കത് വ്യക്തമായി വ്യാജമാണെന്ന് ബോധ്യപ്പെടുകയും അതോടനുബന്ധമായി ഇവർ നടത്തിയ പ്രസംഗങ്ങളൊക്കെ ഇസ്ലാമിക അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാവുകയും ചെയ്തതിന്റെ പേരിൽ AP വിഭാഗവുമായി പിരിഞ്ഞ ഒരു വ്യക്തിയാണ്. പലരും ആയി ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ മുന്നിൽ നിന്ന് ഈ വിഷയം സമർത്ഥിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ നേരിട്ട് 10-40 പ്രാവശ്യം വിളിച്ചു. അദ്ദേഹം ഫോണ് എടുത്തില്ല. ആദ്യം ഹാദിമ് ഓരോ സമയം പറഞ്ഞു, പിന്നീട് തീരെ ഫോൺ എടുക്കാതെയായി. അതിനുശേഷം ഓഫീസിൽ വിളിച്ചപ്പോൾ നിനക്ക് സംസാരിക്കാൻ ഡേറ്റ് വാങ്ങിച്ചു തരില്ല എന്നൊക്കെ പറഞ്ഞുള്ള വിഷയം, ആ ഒരു ക്ലിപ്പ് ഞാൻ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ ഇനി എന്റെ എളിയൊരു അഭ്യർത്ഥന, ഇത് കേൾക്കുന്ന നിഷ്പക്ഷമതികളായ ആൾക്കാരോട് എന്റെ എളിയൊരു അഭ്യർത്ഥന, സത്യവും അസത്യവും ആണിവിടെ വേർപിരിയേണ്ടത്. ഞാൻ അസത്യമാണ് പറയുന്നത് എങ്കിൽ എന്നെ നിങ്ങൾ അംഗീകരിക്കരുത്. മറിച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കൂട്ടരുമാണ് അസത്യം പറയുന്നതെങ്കിൽ അവരെയും അംഗീകരിക്കരുത്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എന്നെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെയും നേരിട്ട് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിരുത്തി എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള ഒരവസരം നിങ്ങൾ ഉണ്ടാക്കിത്തന്നാൽ അത് വലിയൊരു ഹൈറായ പ്രവർത്തനമായിരിക്കും. നമ്മൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന ആ നിമിഷം ഞാൻ അത് തിരുത്തി മാപ്പ് പറയുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് അദ്ദേഹമാണ് തെറ്റ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം എന്തു ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കത് ഞാനും അദ്ദേഹവുമായിട്ടുള്ള സംസാരം നേരിട്ട് റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ഞാൻ അവിടെ പരുങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ലോകം കാണട്ടെ. അങ്ങനെ ഞാൻ പറയുന്നത് കളവാണെന്ന് ലോകം മനസ്സിലാക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ അതും ലോകം മനസ്സിലാക്കട്ടെ. അപ്പൊ അതിന് ഒരു സൗകര്യമൊരുക്കാൻ വേണ്ടി ആർക്ക്, ഏത് സംഘടനാ പ്രവർത്തകരായാലും AP വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് ഒരു ഡേറ്റ് വാങ്ങിച്ച് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ എപ്പോഴും തയ്യാറാണ്. ഇനിയിപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നമ്പർ ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, അതും ഞാൻ തന്നെ തരാം. 9447156496. ഈ ഫിസിക്സിന്റെ ലെക്ചറിൽ മൗലവിമാരോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും മൗലവി തയ്യാറുണ്ടെങ്കിൽ ഇതേ മാഷെ തന്നെ അയച്ചു തരാം. അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. അയാൾ 7 ഖണ്ഡന പ്രസംഗം പഠിച്ചതാണ്. ഈ മാസ്റ്ററുമായിട്ട് നേരിൽ സംസാരിക്കാൻ അപ്പുറത്ത് പ്രസംഗിക്കുന്ന മൗലവി തയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ए रूह मोहम्मद शीराजा हुआ मिल्लत मरहूम का अबतर, अब तू ही बता तेरा मुसलमान किधर जाए. वो लज्जत आशोब नहीं बहरे अरब में, पोशीदा जो है मुझ में वो तूफान किधर जाए. इस राज को अब फाश कर ए रूह मोहम्मद, आयात इलाही का निगहबान किधर जाए. हबीबी रसूली. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രാധാന്യമുള്ള ചരിത്രപ്രധാനമാർന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ 4-5 വർഷത്തിനിടെ നടന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക മതപ്രസ്ഥാനമായ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ തൻ്റെ സ്വന്തം ലക്ഷ്യത്തിനു വേണ്ടി പിളർത്തിക്കൊണ്ടുപോയ
ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളാൽ സമൂഹം ഛിദ്രമാവുകയും ഒരുപാട് പാവപ്പെട്ട വിശ്വാസികൾ തമ്മിൽ അകലുകയും കൊലക്കത്തിക്ക് വരെ ഇടയായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് കൂടി കാരണമായ വളരെ ദാരുണമായ ഭിന്നിപ്പിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രേരകങ്ങളെ സമൂഹത്തിന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു 4-5 വർഷത്തിനിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിശാബോധം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട തിരുമുടിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവരപ്പെടുകയും സ്വന്തക്കാരിൽ നിന്ന് തന്നെ അതിന് വിമർശനമേൽക്കേണ്ടി വരികയും ചെയ്തതും അത് വിമർശന വിധേയമായതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് കൂടൊഴിഞ്ഞതും. ആ ശ്രേണിയിലെ ഒരാളാണ് ഞാൻ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജിഷാൻ മാഹി, അൻസാർ മാസ്റ്റർ, റസാഖ് ഹാജി തുടങ്ങി ഒരു പറ്റം ആളുകൾ